അവിടുത്തെ മാതാപിതാക്കളെ അംഗീകരിക്കുന്നില്ല, അല്ലാഹുവിനെ കണ്ടുമുട്ടിയ രാത്രിയെ അംഗീകരിക്കുന്നില്ല, അവിടുത്തെ മക്കളെ അംഗീകരിക്കുന്നില്ല, അവിടുത്തെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പറയോ? അവര് പറഞ്ഞിട്ട് വേണോ മുസ്ലിമീങ്ങളെ ഹബീബായ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ? റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത മുസ്ലിയാക്കന്മാർ സലഫികളുമായി തർക്കത്തിലുള്ള ഏത് വിഷയങ്ങളിലും കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് ഗണ്ണിക്കാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവർ എടുക്കുന്ന ഒരു പരിപാടിയാണ് സലഫികളുടെ മേലിൽ പച്ചക്കളവുകൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുക. അതവർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ മറ്റ് ഖണ്ഡനങ്ങളും അതുപോലെ സംവാദവേദികളിലും ചർച്ചകളിലും ലേഖനങ്ങളിലും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ബോധ്യപ്പെടും. ഇപ്പോൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകൾ വലിയ ആവേശത്തോടെ പ്രചരിപ്പിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. ഒരു പുരോഹിതൻ സംസാരിക്കുകയാണ്. 1 മിനിറ്റും 17 സെക്കൻഡുമുള്ള ആ ക്ലിപ്പിൽ അദ്ദേഹം 6ഓളം കളവുകൾ പറയുന്നുണ്ട്. എന്നിട്ട് അത് വലിയ സംഭവമായിക്കോട്ട് മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്, ആളുകൾക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും അംഗീകരിച്ചിട്ടേ നബിദിനം ഞാൻ ആഘോഷിക്കുമെന്നൊന്നും ആരും വാശി പിടിക്കരുത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എല്ലാവരും നബിദിനം ആഘോഷിച്ചാൽ മാത്രമേ ഞാൻ നബിദിനം ആഘോഷിക്കൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ആർക്കാണ് വാശി? സലഫികൾ ആരും അങ്ങനെ പറയാറില്ല. എല്ലാവരും അംഗീകരിച്ചാൽ അങ്ങനെ ഒരു വാദം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ എങ്കിൽ നമ്മൾ ആഘോഷിക്കാം, അനുഷ്ഠിക്കാം, ഒരു സംശയവുമില്ല. ഇസ്ലാമിൽ ഇങ്ങനെ വർഷം തോറും ആഘോഷിക്കാൻ കൽപ്പിക്കപ്പെട്ട 2 ആഘോഷം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു ആഘോഷം മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എങ്കിൽ നമ്മൾ പുതിയൊരു ആഘോഷം കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കൽ നിങ്ങൾ പറയുന്നത് പോലെ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുള്ളതും സുന്നത്തും വലിയ പുണ്യമുള്ള കാര്യവും ഖുർആനിലെ ആയത്തൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് വന്നാലും പ്രവാചകൻ അത് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. പ്രവാചകൻ കാണിച്ചു തന്നോ? ഇല്ല. സഹാബാക്കൾ ആഘോഷിച്ചോ? അതുമില്ല. ഉത്തമ തലമുറക്കാർ ആരെങ്കിലും ആഘോഷിച്ചോ? ഇല്ല. പോട്ടെ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആഘോഷിച്ചോ? അതുമില്ല. പിന്നെ എങ്ങനെയാണ് അത് ദീനാകുക? പിന്നെ എങ്ങനെയാണ് അത് സുന്നത്താകുക? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ള പ്രതിഫലമൊക്കെ ലഭിക്കുക? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് ആഘോഷിക്കാൻ പാടില്ല, ഇസ്ലാമികമല്ല എന്ന്. അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സംസാരം കേൾക്കാം. എല്ലാറ്റിലും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനുണ്ട്. വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥ ദീനുൽ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച സഹാബാക്കൾ എങ്ങനെ വിശ്വസിച്ചുവോ, എങ്ങനെ ആചരിച്ചുവോ, എങ്ങനെ അനുഷ്ഠിച്ചുവോ അതുപോലെ നമ്മൾ ചെയ്യണം. അതാണ് ദീനുൽ ഇസ്ലാം. മറ്റതെല്ലൊക്കെ എന്താണ്? പിൽക്കാലത്ത് ഉണ്ടാക്കിയതൊക്കെ എന്താണ്? അപ്പോൾ വ്യാജമാണ് എന്നല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ബാക്കി? നിങ്ങൾക്ക് ഒന്നുകൂടെ ബോധ്യപ്പെടാൻ വേണ്ടി സിൻസാറുൽ ഹഖ് ഉദവി പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല. ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആനും അഇമ്മത്തുൽ അർബഅ പഠിപ്പിച്ചു തന്ന ഫിഖഹിന്റെ ഉലമാഉമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ, അവര് ചെയ്തില്ലേ, ഇവര് ചെയ്തില്ലേ, അത് ദീനിൽ തെളിവല്ല. അവരും പടച്ചോനായിക്കോട്ടെ. ശരീഅത്തിന്റെ ഒരു നിയമമുണ്ട്. ശരീഅത്തിനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല. ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഖീദ ഇതാണ്. ആ അഖീദയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ എന്താ വ്യത്യാസം? കേട്ടില്ലേ സഹോദരങ്ങളെ? അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അവർ ചെയ്തില്ലേ, ഇവർ ചെയ്തില്ലേ, അവിടെ ഇങ്ങനെ ചെയ്യുന്നില്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്നതല്ല ദീൻ. ഈ രീതിയിൽ കാര്യങ്ങളുമായി വരുന്ന ആളുകളാണ് സമസ്തക്കാരാണ്. ഷെയ്ഖ് സുദൈസിദ മൗലിദ് നബിക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദുബൈയിലിതാ, UAE മൗലിദ് സദസ് അറബികളാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഷെയർ ചെയ്യുന്നു.
അങ്ങനെ പലതും പലതും പറഞ്ഞു വെച്ച് അവിടെ ഇങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട്, നിങ്ങൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആരാണ്? സമസ്തയുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ്. അവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഖലീൽ ബുഖാരിയും സിംസാർ അൽ അഖ്ദവിയൊക്കെ പറഞ്ഞു വെച്ചത്. എപ്പിക്കാർക്ക് ആയിക്കോട്ടെ ഇക്കാർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാളെയും കൊണ്ടുവന്നത്. നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളുടെ വിരോധം നബിദിനത്തോട് മാത്രമല്ല, അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവര് പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി അംഗീകരിക്കൂല. സഹോദരങ്ങളെ, അദ്ദേഹം ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞു വെച്ചത്. ഒന്ന് നബിദിന വിരോധികൾ, പിന്നെ പ്രവാചകന്റെ ഉമ്മയും ഉപ്പയും മുസ്ലിങ്ങളാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. ഇതിൽ ഒന്നാമത്തത് നബിദിന വിരോധികൾ എന്ന് പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിദിനം ആഘോഷത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ഈ പറയുന്നത് എന്ന് കൃത്യമായി ഈ പറയുന്ന പുരോഹിതനടക്കം അറിയാം. നമ്മൾ ചോദിക്കുന്നതാണ്, ആവർത്തിച്ച് ചോദിക്കുന്നത് എന്താണ്? ഇതിൽ ദീനിൽ എവിടെയാണ് തെളിവ്? നിങ്ങൾ തെളിവ് കാണിക്കൂ, ഞങ്ങളും നിങ്ങളെ കൂടെ കൂടാമെന്നല്ലേ. എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പാടില്ല എന്ന് പറയുന്നത്? ദീനിൽ ഇതിന് യാതൊരു തെളിവും തന്നെ ഇല്ല. അത് മുസ്ലിയാക്കന്മാർ തന്നെ സമ്മതിച്ച വിഷയമല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. സഹോദരങ്ങളെ, സിംസാർ അൽ അഖ്ദവി പറയും, നമ്മൾ കേട്ടല്ലോ. എന്താണ് പറഞ്ഞത്? പ്രവാചകരും സഹാബാക്കളും നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നല്ലേ പറഞ്ഞത്. ഇത് നേരത്തെ ഖലീൽ ബുഖാരിയും സിംസാർ അൽ അഖ്ദവിയും പറഞ്ഞു വെച്ച ആ ഒരു വാദം വെച്ച് ആ ഒരു ഉസൂൽ അനുസരിച്ച് നമുക്ക് പരിശോധിക്കാം. നബിദിനം ആഘോഷം പ്രവാചകരും സഹാബാക്കളും ആഘോഷിച്ചോ? ഇല്ല എന്നല്ലേ സിംസാർ അൽ അഖ്ദവി പറഞ്ഞു വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ മതത്തിൽ അതിര് കവിയരുത്, നിങ്ങൾ പുതിയത് ഉണ്ടാക്കരുത്. നിങ്ങൾ ഇതിന് വലിയ മഹത്വം പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വവും വലിയ പുണ്യം കിട്ടുന്ന കാര്യവും സുന്നത്തുമാണ് എന്നും ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്ന കാര്യമാണ്. എന്നാൽ പ്രവാചകനോ സഹാബാക്കളോ ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യവുമാണ്. മതത്തിൽ അതിര് കവിയാൻ പാടുണ്ടോ? മതത്തിൽ പുതുനിർമ്മിതമായ ആചാരങ്ങളും അനുഷ്ഠാനം കൊണ്ടുവരാൻ പാടുണ്ടോ? എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നിന്ന് കേൾക്കാം. കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാരെ ഞങ്ങൾ തള്ളുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു കേട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വായിച്ചുകൊണ്ടാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കൂ. നബിദിനം ആഘോഷം തെളിവുണ്ട് എന്ന് പറഞ്ഞ് അതില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മളത് തള്ളിക്കളയും. അതാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹികൾ ആരാണ്? പ്രവാചകൻ കൽപ്പിച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പ്രവാചക സ്നേഹികൾ. പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ മതത്തിന്റെ പേരിൽ വരവെക്കുകയും അതിൽ വലിയ പുണ്യമുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളാണ് സമസ്ത മുസ്ലിയാക്കന്മാർ. മനസ്സിലായല്ലോ? അപ്പോൾ പ്രവാചകന്റെ ബർത്ത്ഡേയോടുള്ള വിരോധമല്ല, തെളിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് തള്ളിക്കളയുന്നു. അത് കാരണം പ്രവാചക സ്നേഹം തന്നെയാണ്, പ്രവാചകനുള്ള ഇത്തിബാണത്. അതുകൊണ്ട് തന്നെ നമ്മളത് തള്ളിക്കളയുന്നു. പിന്നെ പറഞ്ഞ എന്താണ്? പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച്, പ്രവാചകന്റെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച് അല്ലെ? പ്രവാചകന്റെ ഉപ്പയും ഉമ്മയും മുസ്ലിങ്ങളല്ല എന്ന് ഞങ്ങളെ വക പറഞ്ഞതാണോ? പ്രവാചകന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതാണോ? റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ആ രീതിയിൽ വിവരിച്ചില്ലേ? എന്തിനേറെ നവവി ഇമാം പോലും ആ രൂപത്തിലല്ലേ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ബഹുമാന്യനായ പണ്ഡിതൻ റഫീഖ് സലഫി സംസാരിക്കുന്ന ഏതാനും ചില ഭാഗങ്ങൾ കാണാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇപ്പൊ നമുക്കറിയാം, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൻ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, അതേപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അള്ളാഹുവിനെ കൊള്ളെ അടുത്ത മഹാനായ പ്രവാചകൻ, ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകന്റെ പിതാവ്, അതുപോലെ തന്നെ അന്തിമ പ്രവാചകനായ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ്, ഇവരൊക്കെ മുശ്രിക്കീങ്ങളായിരുന്നു, വിശ്വാസികളായിരുന്നില്ല, നരകത്തിന്റെ അവകാശികളാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നുണ്ടല്ലോ.
ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്താണ്? പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അതിൻ്റെ കൂടെയാണ് അഹ്ലുസുന്നത്ത് നിലകൊള്ളുന്നത്. അപ്പൊ ഈ പ്രവാചകന്മാരുടെ ഭാര്യമാര്, അതേപോലെ അവരുടെ മക്കള്, പിതാക്കള്, പിതൃവ്യന്, ഇവരൊക്കെ നരകത്തിലാണെന്ന് പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ എന്തു ചെയ്യാൻ? അവരൊക്കെ അവിശ്വാസികളായിട്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ പ്രമാണങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്, അതല്ലാതെ ഒരു വൈകാരികമായ തലം സൃഷ്ടിക്കുകയല്ല വേണ്ടത്. ഇതേപോലെ തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ വിഷയവും. ആ വിഷയത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളെ ഒരു ആറ്റിഫിയായ, ഒരു വൈകാരികമായ തലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ സെലഫികളാണ് നിഷേധിക്കുന്നത്, സെലഫികളാണ് ഇവരെ ആക്ഷേപിക്കുന്നത് എന്നൊരു സന്ദേശം സൃഷ്ടിച്ചെടുക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. മറിച്ച് അതിൽ സംസാരിച്ച ആ മുസ്ലിയാർ, അദ്ദേഹത്തിന് പ്രമാണങ്ങളോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു കൂറുണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ പ്രമാണങ്ങളായിരുന്നു പറയേണ്ടത്. അതേപോലെ തന്നെ അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി പഠിച്ച് അതായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. നേരെ മറിച്ച് അത് പറയാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതൊക്കെ സെലഫികൾ സൃഷ്ടിച്ചതാണ് എന്ന നിലക്ക് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഏതാണെങ്കിലും നമുക്ക് പ്രമാണങ്ങളിലേക്ക് പോകാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ കാണുന്നത് മഹാനായ ഇമാം നവവി റഹ്മഹുല്ലയുടെ ഷറഹ് മുസ്ലിമാണ്. അതായത് ഇമാം മുസ്ലിം റഹ്മഹുല്ലയുടെ ഹദീസുകൾക്ക് വിശദീകരണം നൽകിയ ഇമാം നവവി റഹ്മഹുല്ലയുടെ വിശദീകരണ ഗ്രന്ഥമായ ഷറഹ് മുസ്ലിം പലതവണ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഇമാം നവവി, ആ ഗ്രന്ഥത്തിലെ 7ാം വാല്യമാണ് നിങ്ങൾ കാണുന്നത്, പേജ് 39 പേജ്. ഇമാം നവവി റഹ്മഹുല്ലയെ സംബന്ധിച്ച് സമസ്തക്കാർക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ്, 2ാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. എന്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. വേറെയും നമുക്ക് പല കിതാബുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഷറഹ് മുസ്ലിമിൽ കിതാബുൽ ജനായിസ് എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു ബാബ് നമുക്ക് കാണാൻ കഴിയും. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ബാബു ഇസ്തിഅദാനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു അസ്സ വജൽ ഫി സിയാറത്തി ഖബരി ഉമ്മിഹി. അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അനുവാദം ചോദിച്ച അധ്യായം, അതാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായത്തിന്റെ താഴെ സനദോടുകൂടി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സനദോടുകൂടിയുള്ള സ്വഹീഹായ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസ് ഇമാം നവവിയും അവിടെ കൊടുക്കുകയും അതിന്റെ വിശദീകരണം നൽകുകയുമാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ ചെയ്യുന്നത്. എന്താണ് ഹദീസ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅദൻ ലി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. എന്തിനാണ് ഞാൻ അനുവാദം ചോദിച്ചത്? അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി, അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടട്ടെ. അപ്പോഴെന്താണ് ഉണ്ടായത്? ഫലം യഅദൻ ലി, എനിക്ക് അനുവാദം തന്നില്ല. നബിയെ, നിങ്ങൾ ഉമ്മക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തരുത് എന്നാണ് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞത്. ഈ നോക്കൂ നിങ്ങൾ, വസ്തഅദൻതുഹു അൻ അസൂറ ഖബറഹ ഫഅദിന ലി, ഞാൻ എൻ്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു, എന്ത് അനുവാദം ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കട്ടെയോ എന്ന്. അപ്പോൾ ഫഅദിന ലി, എനിക്ക് അനുവാദം തന്നു. അപ്പൊ ഖബർ സന്ദർശിക്കാൻ അനുവാദം തരികയും പാപമോചന പ്രാർത്ഥന നടത്താൻ എനിക്ക് അനുവാദം തരാതിരിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി വിശദീകരണം നൽകുകയാണ്. എന്താണ് ഇമാം നവവി ഈ മുസ്ലിയാരുടെ ഭാഷയിലാണെങ്കിൽ പറയേണ്ടത്? അവർ മുസ്ലിമീങ്ങളാണ്, അവർക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ അനുവാദം കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെയല്ലേ പറയേണ്ടത്. പക്ഷേ അല്ല, ഇമാം നവവി റഹ്മഹുല്ല പറയുകയാണ്, ഫീഹി ജവാസു സിയാറത്തിൽ മുശ്രിക്കീന ഫിൽ ഹയാത്തി വഖുബൂരിഹിം ബഅദൽ വഫാത്തി. ഈ ഹദീസിൽ ഉണ്ട്, അനുവദനീയമാണ്, ബഹുദൈവാരാധകരായ ആളുകൾ അവരുടെ ജീവിതകാലത്ത് അവരെ സന്ദർശിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. ബഹുദൈവ വിശ്വാസികളുടെ ഹയാത്തിൽ, അവരുടെ ജീവിതകാലത്ത് അവരെ പോയി സന്ദർശിക്കൽ അനുവദനീയമാണ്. വഖുബൂരിഹിം ബഅദൽ വഫാത്തി, അവർ വഫാത്തായി കഴിഞ്ഞാൽ അവരുടെ ഖബർ സന്ദർശിക്കലും അനുവദിക്കപ്പെട്ടതാണ്.
അപ്പോൾ ഇമാം നബവി റഹ്മഹുല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുശ്രിക്കീങ്ങളിൽപ്പെട്ടയാളാണ് എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. സൂചനയല്ല, വ്യക്തത തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഇമാം നബവി റഹ്മഹുല്ല തുടരുകയാണ്, ലി അന്നഹു ഇദാ ജാസത് സിയാറത്തുഹും ബഅദൽ വഫാത്തി ഫഫിൽ ഹയാത്തി ഔലാ. അതായത് വഫാത്തിന് ശേഷം അവരുടെ ഖബർ സന്ദർശിക്കൽ അനുവദനീയമാണെങ്കിൽ ജീവിതകാലത്തിൽ പറയേണ്ടതില്ലല്ലോ, ജീവിതകാലത്ത് അവരെ സന്ദർശിക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പറഞ്ഞത്, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ഇമാം നബവി റഹ്മഹുല്ല ആയത്തവിടെ ഉദ്ധരിക്കുകയാണ്. അതേ, മാതാപിതാക്കൾ മുശ്രിക്കീങ്ങളാണെങ്കിലും ബഹുദൈവാരാധകരാണെങ്കിലും ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ അവരോട് നല്ല രൂപത്തിലാണ് വർത്തിക്കേണ്ടത് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതകാലത്ത് മുശ്രിക്കീങ്ങളായ മാതാപിതാക്കളെ സന്ദർശിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. മരണാനന്തരം സന്ദർശിക്കാമെങ്കിൽ ജീവിതകാലത്ത് സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് സംശയമേ ഇല്ല എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനത്തിൽ നമുക്കിങ്ങനെ കാണാം, അടിവരയിടണം. ഇനി പറയുന്ന വാചകം അടിവരയിടണം, വഫീഹി അന്നഹ്യു അനിൽ ഇസ്തിഗ്ഫാരി ലിൽ കുഫാരി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, കുഫാറുകൾക്ക് വേണ്ടി, ബഹുദൈവാരാധകർക്ക് വേണ്ടി, സത്യനിഷേധികൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് ലഭ്യമാണ്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ആര് പറയുകയാണ്? ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുകയാണ്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുസ്ലിമാണോ? തെർലിയത്ത് ചൊല്ലേണ്ടതുണ്ടോ? എന്താണ് മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്? എന്ത് പ്രമാണമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്? ഇവിടെ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താണ്? കുഫാറുകൾക്ക് പാപമോചന പ്രാർത്ഥന വിരോധിക്കപ്പെട്ടതാണ് എന്നല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടത് എന്നാണ് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇത് സലഫികൾ പറയുന്നതല്ല, അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ പറഞ്ഞതാണ്. അഹ്ലുസുന്നത്തിന്റെ നിലപാട് ഇതാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? മുജാഹിദിന്റെ ഓഫീസിൽ നിന്ന് മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാണോ ഇതൊന്നും? അല്ലല്ലോ. ഇവന്റെ ഒക്കെ സംസാരം കേൾക്കുമ്പോൾ ആ രൂപത്തിലാണല്ലോ. മുജാഹിദുകൾ എന്തോ സമ്മേളനത്തിനൊക്കെ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്ന പോലെ തീരുമാനിച്ചു. ഇങ്ങനെയാണല്ലോ പുരോഹിതന്മാർ പാമര ജനതയെ പറഞ്ഞ് പറ്റിക്കാറുള്ളത്. വളരെ കൂളായി പള്ളി മെഹ്റാബിൽ നിന്നുകൊണ്ടാണ് ഈ രീതിയിൽ പാച്ച നോണ വെച്ച് കാച്ചുന്നത്. പടച്ചോനെ പേടിയില്ലാത്ത വർഗം. തലയിക്കെട്ടിന്റെ മുകളിൽ ഒരു ഷാളും ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തൊക്കെയാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അദ്ദേഹം പറയുന്ന അടുത്ത കളവ് നമുക്ക് കേൾക്കാം. അവരോട് ചോദിക്കൂ, അള്ളാഹുവിനെ കണ്ട മിഅ്റാജിന്റെ രാത്രിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊരു സ്വപ്നാണ്, അല്ലാതെ ഒരു യാത്രയെ കുറിച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മിഅ്റാജിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മുജാഹിദുകൾ പറയും അതൊരു സ്വപ്നമാണ് എന്ന്. ആരാണ് അങ്ങനെ പറയുന്ന ആളുകൾ? ആരാണ് അങ്ങനെ പച്ചക്കളവല്ല ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? കുറെ നാളുകൾക്ക് മുമ്പേ, ഇനി പുതിയത് എന്ന് പറയണ്ട, കുറെ നാളുകൾക്ക് മുമ്പേ നടത്തിയ ഹുസൈൻ സലഫിയുടെ ഒരു പ്രഭാഷണമുണ്ട്. അതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. സർവ്വസമസ്തക്കാരോട് പറയുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു മുഅ്ജിസത്ത്, അതല്ലെങ്കിൽ അമാനുഷികമായ ഒരു സംഭവമായിരുന്നു ഇസ്രാഉം അതുപോലെ തന്നെ മിഅ്റാജും. മസ്ജിദുൽ ഹറാമിൽ നിന്നും അങ്ങകലെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം ചെയ്യിച്ച അല്ലാഹു മഹാപരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേ പേരിലുള്ള ഒരു അധ്യായത്തിന്റെ 1-ാമത്തെ സൂക്തം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഇസ്രായിലെ ആദ്യ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും അങ്ങകലെയുള്ള മസ്ജിദിലേക്ക്, മസ്ജിദുൽ അഖ്സായിലേക്ക് അത്ഭുതകരമായ ഞങ്ങളുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പലതും കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി രാപ്രയാണം ചെയ്യിച്ചവൻ മഹാപരിശുദ്ധൻ എന്നാണ് സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രയിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത്ഭുതകരങ്ങളായ ഒരുപാട് കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങളാണ് കാണിച്ചു കൊടുത്തത്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, സൂറത്തുൻ നജ്മിൽ ആ മിഅ്റാജിൽ കണ്ട അനുഭവങ്ങളെയാണ് ആ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തീർച്ചയായും വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. ആകാശലോകത്തേക്കുള്ള ആ യാത്രയിൽ അവിടുന്ന് മഹാന്മാരായ അമ്പിയാക്കളെ കണ്ടുമുട്ടിയതാണ് അത്ഭുതകരമായ ഒരു സംഭവം. ആ നബിമാരുടെ കൂട്ടത്തിൽ ആദർശ പിതാവായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, തൗഹീദിന് വേണ്ടി അഗ്നികുണ്ഡം ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാരഥനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാനയാത്രയിൽ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഉമ്മത്തിക മിന്നി അസ്സലാം, നിന്റെ സമുദായത്തിന്, നിന്റെ ഉമ്മത്തിന് എന്നിൽ നിന്നുള്ള സലാം അറിയിക്കണം എന്ന് ആമുഖം പറഞ്ഞുകൊണ്ട് സ്വർഗീയമായ സുഖസൗകര്യങ്ങളെ, സ്വർഗത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് വർണ്ണനകൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് പറഞ്ഞു, അവർ ഏറ്റവും കൂടുതൽ ആ സ്വർഗത്തിൽ അതിൽ വിശ്വാസികൾക്ക് നേടിയെടുക്കുവാൻ കഴിയാവുന്ന വലിയ പ്രതിഫലം നേടുവാൻ അവർ ചൊല്ലേണ്ടുന്ന ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സ്വർഗീയമായ ചെടികളുടെ ഉടമകളായി മാറുവാൻ,
അതിലെ ഓരോ കലിമയും വിശ്വാസികളെ അവകാശിയാക്കി മാറ്റുമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ആ ആദർശത്തിന്റെ പ്രഖ്യാപനം, തൗഹീദിന്റെ പ്രഖ്യാപനമാണത്. കേവലം ചുണ്ടുകൾ കൊണ്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ പറയലല്ല അത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കേട്ടിലെ സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് ഹുസൈൻ സലഫി അവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് മുസ്ലിയാക്കന്മാർ ഇതൊക്കെ അറിഞ്ഞിട്ടും, ഇതൊക്കെ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, ഇതൊക്കെ അറിഞ്ഞിട്ടും ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇങ്ങനെ കബളിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശേഷം ഞാനത് കാണിച്ചു തരാം. നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ അതിനെ വിശദീകരിച്ച് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ 4ാമത്തെ കളവ് നമുക്ക് കേൾക്കാം. അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം എന്താണ്? ദിവസേന പാപം ചെയ്യുന്നയാൾ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ആ വ്യക്തിത്വത്തെ അവർ കുറച്ചു കാണുന്ന ആളുകളാണ്. പ്രവാചകനെ കുറിച്ച് ദിവസേന പാപങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾ പറയാറുണ്ടോ? എവിടെ പറഞ്ഞു? ഇവൻ ആണായി പിറന്നവനാണ് എങ്കിൽ. ഇതൊക്കെ വഹാബ് സഖാബിയുടെ വാക്കുകളാണ്, എന്റെ വകയല്ല. ഇവരുടെ സമസ്ത സർക്കസ് കൂടാരത്തിലെ പുരോഹിതന്മാർ പരസ്പരം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. തെളിവ് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരും. മുസ്ലിയാക്കന്മാരെ പോലെയല്ല, കൃത്യമായി തെളിവ് ഞാൻ കാണിച്ചു തരും. ആ ഒരു ഉസൂലനുസരിച്ച് ഇവൻ ആണായി പിറന്നവനാണ് എങ്കിൽ, പിന്നെ ഇവൻ പറയുന്ന, വഹാബ് പറയുന്ന ആ ഗുണങ്ങളൊക്കെ ഇവനുണ്ട് എങ്കിൽ ഇവൻ ആ കാര്യം തെളിയിക്കണം. പ്രവാചകൻ ദിവസേന നിരവധി പാപങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് മുജാഹിദുകൾ എഴുതി വെച്ചതോ പറഞ്ഞു വെച്ചതോ ആയ കാര്യങ്ങൾ അവൻ കൊണ്ടുവന്ന് കാണിക്കണം. പള്ളി മേറാബിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പുരോഹിതനോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ എവിടെയാണ് മുജാഹിദിന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് അത് നീ ഒന്ന് കാണിക്കണം. പിന്നെ പറഞ്ഞത് എന്താണ്? പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന്. എത്ര കാലമായി കുബൂരികളെ നിങ്ങൾ ഇത് പറയാൻ തുടങ്ങിയിട്ട്? മുജാഹിദുകൾ അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മുജാഹിദുകൾ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലുമോ? സലാത്ത് ചെല്ലാൻ പറയുമോ? അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമോ? അത് തന്നെ പോരെ പ്രവാചകൻ നമ്മളെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് പറയാൻ? മുജാഹിദുകൾ പറയുന്നത് എന്താണ് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ തൊള്ളയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാം. പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. എന്താണ് ഇപ്പോ പറഞ്ഞത്? എരുമരാഗത്ത് നീട്ടി വരച്ച് പറഞ്ഞല്ലോ. നിന്നെ പോലെയുള്ള കുറെ തലയിൽ കെട്ടിട്ട മൊല്ലാക്കമാർ മുന്നിലുണ്ടല്ലോ, അവർക്ക് കേൾക്കെ തന്നെയാണല്ലോ പറഞ്ഞത്. ആ സമയത്ത് നീ എന്താ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ് ചെയ്തത്? അതിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ, പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം നിന്റെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കയ്യിലുണ്ട് എന്നാ പറയുന്നത്. പോയിട്ട് വാങ്ങിച്ചു നോക്ക്. എന്നാൽ പ്രവാചകനെ നിന്ദിച്ചവരാരാണ്? സെലഫികളാണോ? സമസ്തയുടെ മുസ്ലിയാക്കന്മാരല്ലേ? ഇവരുടെ പരമ്പരയിൽപ്പെട്ട നേതാക്കന്മാരല്ലേ? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പുസ്തകം ആരാണ് എഴുതി വെച്ചത്? ആരുടെ പുസ്തകമാണ്? ഒക്കെ സമസ്തയുടെ തന്നെയാണ്. ഞങ്ങൾ നേരത്തെ കാണിച്ച തെളിവുകൾ പോലെ തന്നെ അവിടെ ഇവരുടെ കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഉസ്താദാണ് സദഖത്തുല്ലാഹ് മുസ്ലിയാർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? പ്രവാചകനും സഹാബത്തും വഴി യാത്രക്കാരെ കവർച്ച ചെയ്യാനാണ് ബദറിലേക്ക് പുറപ്പെട്ടതെന്ന് സദഖത്തുല്ലാഹ് മുസ്ലിയാർ എഴുതി വെച്ചത് ഞാൻ അത്ഭുതപ്പെടുന്നു. തിരുത്തിയിട്ടുണ്ടോ സദഖത്തുല്ലാഹ് മുസ്ലിയാർ? കാന്തപുരത്തിന്റെ പരമ്പരയിൽ നിങ്ങൾ എഴുതി വെച്ച മുസ്ലിയാരാണല്ലോ അത്. നിഷേധിക്കുവോ? തെളിവ് ഞങ്ങൾ കാണിച്ചു തരും. മുസ്ലിയാർ തൊള്ളവടായി പൊട്ടിച്ച പോലെയല്ല, കൃത്യമായി ഞങ്ങൾ തെളിവ് കാണിച്ചു തരും. നിങ്ങൾ ചോദിക്ക്, അപ്പോൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു നുണയുണ്ട്, മറ്റൊരു ആരോപണമുണ്ട്. അത് നമുക്ക് ബഹുമാന്യനായ സുഹൃത്ത് സൽമാൻ ഇബ്നു സലീം സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. ഇനി ഇവര് പറയുന്നത് നിബിതങ്ങളെ നമ്മൾ സാധാരണ മനുഷ്യനാക്കി എന്നുള്ളതാണ്. സാധാരണ മനുഷ്യനാക്കി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. നിബിതങ്ങളെ വഹാബികൾ സാധാരണ മനുഷ്യനാക്കി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് മാത്രമല്ല പല നബിമാരെയും വളരെ മോശമായി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തഫ്സീറുൽ ഖുർആൻ മലയാളം പരിഭാഷ ടി.കെ. അബ്ദുള്ള മൗലവി എഴുതിയതാണ്. ഇവിടെ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ എന്ന പെണ്ണ് അദ്ദേഹത്തെ ഇങ്ങനെ മോശമായ രീതിയിലേക്ക് ക്ഷണിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആ സംഭവം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇവർ പറയുകയാണ്, ടി.കെ. അബ്ദുള്ള മൗലവി പറയുകയാണ്, ആ സ്ത്രീയെ കണ്ടപ്പോ യൂസുഫ് അലൈഹിസ്സലാം പോയി.
അപ്പോഴാണ് യജമാനനെ കാണുന്നത്. അപ്പോൾ യൂസുഫ് നബിയുടെ വിരലുകൾക്കിടയിലൂടെ ആ വികാരം ചോർന്നുപോയി. നൗദുബില്ല. ഒരു പ്രവാചകനെ കുറിച്ച് ഖുർആനിന്റെ പരിഭാഷയിൽ എഴുതിവിട്ട ആളുകളാണ് പറയുന്നത് റസൂലിനെ സാധാരണ മനുഷ്യനാക്കി. റസൂലിനെ ഈ തരത്തിൽ മോശമായ രീതിയിൽ. അതുപോലെ സുലൈമാൻ നബിയുടെ അടുത്തേക്ക് ബൽഖീസ് രാജ്ഞിയെ കൊണ്ടുവരുന്നുണ്ട്. ആ സന്ദർഭം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ബൽഖീസിലെ കാലിലെ രോമം ഗ്ലാസ്സിലൂടെ നോക്കി അത് കണ്ട് ആഗ്രഹം തോന്നിയിട്ടാണ് അവരെ വിവാഹം ചെയ്തത്. ആര്? സുലൈമാൻ നബി. ടി കെ അബ്ദുള്ള മൗലവി. നബിമാരെ കുറിച്ച് ഞങ്ങളാണോ നബിമാരെ നിസ്സാരാക്കിയത്? അതല്ല, നിങ്ങളാണോ? ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമുണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള. അത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ത്വലാഖ് ചെല്ലുവാനും റസൂൽ വിവാഹം കഴിക്കണമെന്നുമുള്ള കാര്യമാണ് അള്ളാന്റെ റസൂൽ മറച്ചു വെച്ചത്. മറച്ചു വെക്കാൻ അള്ളാന്റെ കൽപ്പന വന്നു. എന്നാൽ ആ ആയത്ത് വിശദീകരിച്ചിട്ട് ഇവരുടെ പരിഭാഷയിൽ പറയുകയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബയെ കണ്ടു, എന്നിട്ട് ആഗ്രഹം തോന്നി, അത് മനസ്സിൽ മറച്ചു വെച്ചു. നഊദുബില്ലാ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് നബിതങ്ങൾക്ക് സൈനബയോട് ആഗ്രഹം തോന്നിയിട്ട് ആ ആഗ്രഹം റസൂല് മറച്ചു വെച്ചു. ഈ തരത്തിൽ ഒരുപാട് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരുടെയും ഒക്കെ പേരിൽ കളവുകൾ പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി അവസാനം വളരെ ആ പുകഴ്ത്തി നിന്ദിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. റസൂലിന് ഇക്കളില്ല, റസൂലിന് കോട്ടുവായില്ല, കീഴുവായില്ല, റസൂലിന്റെ കാഷ്ടം ശുദ്ധിയാണ്. ഒരു മദ്ഹാണോ? റസൂലിനെ കുറിച്ച് മൗലൂദ് ഓതുകയാണ്. എന്ത്? കാഷ്ടം, മൂത്ര, അത് കൂട്ടുവായി. ഇതൊക്കെ എവിടെ ഹദീസിലുണ്ടാ? കൊണ്ടുവരണം. ഇവര് റസൂലിനെ കുറിച്ച് പറഞ്ഞ് എത്രത്തോളം പറഞ്ഞു എന്ന് വന്നാല് അന്ന സ്വഹാബിയൻ ഇബ്തലഅ ഉദ്റതഹു ഫവജദഹ ശുഹദൻ വമിസ്ക. റസൂലിന്റെ കാഷ്ട ഒരു സ്വഹാബി വിഴുങ്ങിയത്രേ. അപ്പൊ അതിൽ നിന്ന് മിസ്കും അതുപോലെ തന്നെ തേനിന്റെ രുചി ഉണ്ടായി. മദ്ഹ റസൂലിനെ ഈ തരത്തിൽ റസൂലിനെ നിന്ദിക്കുന്ന തരത്തിലേക്ക്. എന്നിട്ട് ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തി പോലും. ഫബലഗ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖബറു. ഈ കാര്യം റസൂലിനെത്തിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എത്രേ, മൻ ഖാലത ബതുനഹു ബതുനി. എന്റെ വയറുമായിട്ട് ആരുടെയെങ്കിലും പള്ളം യോജിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ. അവനെ അല്ലാഹു നരകത്തെ തൊട്ടും ഹറാമാക്കി. നഊദുബില്ലാ. അങ്ങനെ പറഞ്ഞെങ്കിൽ ഹദീസിൽ കാണണ്ടേ? ആ ഹദീസ് തോക്കെ സക്കാഫി കൊണ്ടുവരണം. റസൂലിനെ മദ്ഹ് പറയുകയാണ്. ആ കാഷ്ടം വിഴുങ്ങി എന്നിട്ട് റസൂൽ പറഞ്ഞത്ര നരകം ഹറാമാക്കി. നഊദുബില്ലാ. ഈ രീതിയിലൊക്കെ പലതും പറഞ്ഞു വെച്ച ആളുകളാണ് ഇത് മുജാഹിദുകൾ വെക്കിട്ട് കയറുന്നത്. മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുജാഹിദുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത സംസാരങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ അഹ്ലു ബൈത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല, അങ്ങനെ ഒരു കുടുംബത്തെ ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ല. പ്രവാചകന്റെ കുടുംബത്തെ അഹ്ലു ബൈത്തിനെ തള്ളിപ്പറയുന്നവരാണ് ഞങ്ങൾ എന്നാണ് മുസ്ലിയാരുടെ അടുത്ത ആരോപണം. പച്ച നുണയാണത്. ഒരിക്കലും മുജാഹിദുകൾ പ്രവാചകന്റെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല, അഹ്ലു ബൈത്തിനെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണെന്ന് അവകാശവാദം ഉന്നയിച്ച് പച്ച ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കെതിരെയാണ് ഞങ്ങൾ പറഞ്ഞത്. അവരെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ പോലും പറയുന്നതാണല്ലോ ഒരു ആറ്റക്കോയയെ കുറിച്ച് നാറ്റക്കോയ എന്ന്. അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുന്നിൽ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ എന്താണ്? ആത്മീയ ചൂഷണം ദിനചര്യയായി കൊണ്ടു നടക്കുന്ന ആ പുരോഹിതൻ മര്യാദക്ക് ഖുർആൻ ഓതാൻ പോയിട്ട് മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും അറിയാത്തവനൊക്കെ വലിയ തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള തങ്ങന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളന്മാരെയാണ് ഞങ്ങൾ തള്ളി പറയുന്നത്, അല്ലാതെ പ്രവാചകന്റെ അഹ്ലു ബൈത്തിനെയല്ല. അത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ബഹുമാനനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ സംസാരത്തിലൂടെ അത് ബോധ്യപ്പെടും. തങ്ങന്മാരെ കുറ്റം പറയല്ലേ, എന്നാലും നമ്മളെ ബുഖാരിയല്ലേ, ആ തങ്ങളല്ലേ, ഈ തങ്ങളല്ലേ, ഇവരൊക്കെ തങ്ങന്മാരല്ലേ. തങ്ങന്മാരിഞ്ഞിപ്പോ എന്തെന്നെ ചെയ്താലും നമ്മൾ അവരെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ആരാ ഇവിടെ തങ്ങന്മാരെ പറയുന്നത്? തങ്ങന്മാര് അഹ്ലു ബൈത്ത് ആരാ നിഷേധിക്കുന്നത്? അങ്ങനെ ഒരു ധാരണ ഉണ്ട് പല ആളുകൾക്കും. മുജാഹിദുകൾ അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്നവരാണ്. എങ്ങനെയാ സഹോദരാ നിന്ദിക്കുക?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബമാണെന്ന് സ്ഥിരപ്പെട്ട അഹ്ലു ബൈത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം. യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട, ആർക്കും ഒരു സംശയവും ഇല്ലതാനും. പക്ഷേ അഹ്ലു ബൈത്താണ് എന്ന് പറഞ്ഞിട്ട് പലരും നടക്കുന്നുണ്ട്, പലരും പരമ്പര പറയുന്നുണ്ട്, പലരും പരമ്പര ഉണ്ടാക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് മനസ്സിലാകലപ്പോഴാ ഇപ്പുറത്തുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള തങ്ങള് അപ്പുറത്തേക്ക് പോയാൽ ഇതുവരെ തങ്ങളായിരുന്നയാള് തങ്ങളല്ലാതാകും. അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള വലിയ തങ്ങള് ഇപ്പുറത്തേക്ക് ഗ്രൂപ്പ് മാറി വന്നാൽ അതുവരെ അവിടെയുള്ളവർ തങ്ങളെന്ന് പറഞ്ഞു കൊണ്ട് നടന്നിരുന്നയാള് തങ്ങളല്ലാതായി മാറും. ഈ ഒരു അവസ്ഥ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തോട് സ്നേഹം വേണം, ബഹുമാനം വേണം. ലോകത്തതിന്ന് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ പരമ്പരയുണ്ടാകും. പക്ഷേ അവരാര്, എവിടെ, എങ്ങനെ? അവരുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിൽ പെടാത്തവർ അവരുടെ പേരിൽ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ എല്ലാ വിധത്തിലുള്ള അപകടങ്ങളും ഉള്ളത്. നരകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും, വമനിദ്ദഅ ഖൗമൻ ലൈസ ലഹു ഫീഹിം നസബുൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ആരെങ്കിലും ഒരു സമൂഹത്തിലേക്ക്, ഒരു ജനതയിലേക്ക് ചേർത്തി പറഞ്ഞു, ആ വ്യക്തിക്ക് ആ സമൂഹവുമായിട്ട് ചേർത്തി പറയാൻ ഒരു നിലക്കും ബന്ധമില്ല, അവകാശമില്ല. അങ്ങനെ ഇല്ലാത്ത കബീലയിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കബീലയിലേക്ക്, ഗോത്രത്തിലേക്ക്, കുടുംബത്തിലേക്ക് ആരെങ്കിലും ചേർത്തു പറയുകയാണെങ്കിൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. എരി സഹോദരന്മാരെ, സഹോദരങ്ങൾ, ഇനി അദ്ദേഹം ഇതെല്ലാം കൂടി ഒന്നരപ്പാടെന്ന് പറയുന്നുണ്ട്. 1 മിനിറ്റും 17 സെക്കൻഡും അദ്ദേഹം പറഞ്ഞു വെച്ച കളവുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതൊക്കെ ഒന്നിച്ച് നമുക്കൊന്ന് കേൾക്കാം. അവിടുത്തെ മാതാപിതാക്കളെ അംഗീകരിക്കുന്നില്ല, അല്ലാഹുവിനെ കണ്ടുമുട്ടിയ രാത്രിയെ അംഗീകരിക്കുന്നില്ല, അവിടുത്തെ മക്കളെ അംഗീകരിക്കുന്നില്ല, അവിടുത്തെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പറയോ? അവര് പറഞ്ഞിട്ട് വേണോ മുസ്ലിമീങ്ങളെ ഹബീബായ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ, അവിടുത്തെ മദ്ഹ് ചൊല്ലാൻ എന്ന് ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ വേണം. കേട്ടില്ലേ? നമ്മളോട് ചോദിക്കൂ എന്നല്ല പറഞ്ഞത്. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണിച്ച അവരോട് മറുപടി പറയാൻ വേണ്ടി പറയാം. അവനോട് ചോദിക്കൂ നിങ്ങൾ. ഇതൊക്കെ കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദിന്റെ ആളുകൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കളവാണ് എന്ന് അവർ സ്ഥാപിച്ചിട്ട് തെളിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ മറുപടി പറയണമെന്ന് പറ. പള്ളിമേറാബിൽ നിന്നുകൊണ്ട് പച്ചക്കളവുകൾ പറഞ്ഞ് അവന്റെ ചെവിക്ക് പിടിച്ച് നിങ്ങൾ പറയിപ്പിക്കണം. പച്ച തോന്നിവാസം പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്ന പുരോഹിത വർഗം, ഇവനെ പോലെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്? യഖൂനു ഫീ ആഖിറിസ് സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വായാടികൾ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കസ്സാബൂന യഅതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബ് അറിയും എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഇമാമുകൾ, പിൻമുലക്കാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചതായി കാണാം. യകൂനു ഫീ ആഖിരിസ് സമാനി, ഖിയാമത്ത് നാളോടടുക്കുന്ന സമയത്ത് ഈ ദുനിയാവിൽ ഉണ്ടാകും ദജ്ജാലൂന കസ്സാബൂന. ദജ്ജാൽ എന്ന പദം മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത പരിചയമുള്ള പദമാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദജ്ജാൽ. ആ ദജ്ജാലിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് വരുന്ന നവീനവാദികളെ അള്ളാഹുവിൻ്റെ റസൂൽ തുലനം ചെയ്യാനുള്ള കാരണം ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. ഒരു കാര്യം കാണിച്ചുകൊണ്ട് വേറെ ഒന്നാണെന്ന് സമർത്ഥിക്കുന്നതാണ് ദജ്ജാലിൻ്റെ ശൈലി. സ്വർഗം കാണിച്ചിട്ട് പറയും നരകമാ, നരകം കാണിച്ചിട്ട് പറയും സ്വർഗമാ. അങ്ങനെ ഒന്ന് കാണിച്ചിട്ട് വേറെ ഒന്ന് സമർത്ഥിക്കുന്ന ശൈലിയാണ് ദജ്ജാലിൻ്റേത് എങ്കിൽ അതേ പണിയെടുക്കുന്ന നവീനവാദികൾ ഖിയാമത്ത് നാളോടടുക്കുന്ന വേളയിൽ ഈ ഭൂമി ലോകത്ത് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന. പോരാ, ദജ്ജാൽ എന്ന് മാത്രം പറഞ്ഞപ്പോൾ മുത്തുനബിക്ക് മതിയാകുന്നില്ല. കസ്സാബൂന,
വല്ലാത്ത നുണ പറയുന്ന നുണയന്മാരായ കദ്ദാബൂന, വല്ലാതെ കളവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ദജ്ജാലിന്റെ സ്വഭാവം എടുക്കുന്ന നവീനവാദികൾ ഖിയാമത്ത് നാളോട് ആ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെച്ച യഖൂനു ഫീ ആഖിർ സമാനി ദജ്ജാലുന കദ്ദാബൂന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിച്ച വിശദീകരണം വെച്ചുകൊണ്ട് മുസ്ലിയാർ നേരത്തെ പറഞ്ഞ കളവുകൾ ഓരോന്നും എണ്ണി നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. അതിലൂടെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഈ തലയിൽ കെട്ടിട്ട മൊല്ലാക്കന്മാർ തന്നെയാണ് ദജ്ജാലുകൾ കദ്ദാബുകൾ എന്ന്. അവരുടെ ലക്ഷ്യം ആമാശയമാണ്, അവരുടെ ലക്ഷ്യം അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ദീനിനോടൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടത് പണം മാത്രമാണ്. എങ്ങനെയൊക്കെ നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറ്റിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് പുരോഹിതന്മാരെ നാം തിരിച്ചറിയുക. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലെ പുരോഹിതന്മാരുടെ ഷർറിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ പ്രവാചക സ്നേഹികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിദ്അത്തുകളിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakumallahu khairan.